ഹലോ, ഞാനിന്ന് കുറച്ച് പേപ്പർ കപ്പുകളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള പേപ്പർ കപ്പുകളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നും ബാക്കി വന്നിട്ടുള്ള കുറച്ച് പേപ്പർ കപ്പുകളാണ് കേട്ടോ അത്. അപ്പോൾ ഈ പേപ്പർ കപ്പുകൾ വെച്ചിട്ട് നമ്മളിന്ന് സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 4 പേപ്പർ കപ്പുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കടകളിലൊക്കെ ഒരുപാടുള്ളൊരു മിഠായിയാണല്ലോ ജെല്ലി മിഠായി. അപ്പോൾ ജെല്ലി മിഠായി വാങ്ങിയ കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ 4 ജെല്ലി മിഠായിയുടെ കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഒരു പേപ്പർ കപ്പ് എടുത്തതിന് ശേഷം ദാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതുപോലൊന്ന് നിവർത്തി എടുക്കാം. അപ്പോൾ നിവർത്തിയെടുത്ത ഈ ഓരോ ഭാഗങ്ങളെയും നമുക്കൊരു പൂവിൻ്റെ ഇതളിൻ്റെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 കപ്പുകളും കൂടി ഇതുപോലെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 പൂക്കൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ജെല്ലി മിഠായിയുടെ കപ്പ് എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കട്ടിയുള്ള ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത ഓരോ ഭാഗങ്ങളെയും നമുക്കൊന്ന് കൂർപ്പിച്ച് ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഗതി ഇവിടെ റെഡിയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 3 കപ്പുകളും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഇനി നമ്മൾ ഈ ജെല്ലി മിഠായിയുടെ കപ്പ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേപ്പർ കപ്പിലുണ്ടാക്കിയ ഫ്ലവറിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ റെഡ് കളർ പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതളുകളിലെല്ലാം റെഡ് കളർ പെയിൻ്റ് ഒന്ന് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഈ ജെല്ലി മിഠായിയുടെ കപ്പിലും കൂടി നമ്മൾ ഈ സെയിം റെഡ് കളർ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്താണ് കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം.
ജെല്ലി മിഠായിയുടെ കപ്പിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള 3 പൂക്കളും നമ്മൾ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പൂ എടുത്തതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ യെല്ലോ കളർ പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജെല്ലി മിഠായി കപ്പിൻ്റെ ഉൾഭാഗത്തും നമ്മൾ യെല്ലോ കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ യെല്ലോ പെയിൻ്റ് ഒന്ന് നല്ല ഫിനിഷിങ്ങിലൊന്ന് കൊടുത്തെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള 3 ഫ്ലവേഴ്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അതിന് മുന്നേ നമുക്ക് ഇനി ഇതിന് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീവ്സുകൾ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ മോഡലിലുള്ള ഒരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ കവറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്, അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്ത ഈ ഒരു പീസിൽ നമുക്ക് ഒരു ലീവ്സിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ലീവ്സ് ഇവിടെ നമുക്ക് സെറ്റാണ് കേട്ടോ. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വലിയൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും ചെറിയൊരു സർക്കിളും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഒരു റിങ്ങിൻ്റെയൊക്കെ മോഡലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കയ്യിൽ റിങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തേക്കുവാണേ. അതിനുശേഷം ഞാനൊരു ബ്ലൂ കളറിലുള്ളൊരു വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. കുറച്ച് പണിയാണ്, എന്നാലും സാരമില്ല, നമുക്കൊന്ന് ചെയ്തെടുക്കാം. പകുതി ഭാഗത്ത് മാത്രമേ ത്രെഡ് ചുറ്റിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നമ്മൾ പൂക്കൾ വെച്ചിട്ട് സെറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂക്കളും കൂടി ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പ് ഫ്ലവേഴ്സിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലീവ്സും കൂടെ സെറ്റ് ചെയ്താൽ കഴിഞ്ഞു കേട്ടോ പണി. അപ്പോൾ നമുക്ക് ഈ ലീവ്സും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ പേപ്പർ കപ്പ് വെച്ചുണ്ടാക്കിയ സൂപ്പറായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്